കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ കാലങ്ങളായി നിലനിന്നു പോരുന്ന ഒരു ധനസമാഹരണ സമ്പ്രദായമാണ് പണപ്പയറ്റ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് പണത്തിന് അത്യാവശ്യം വരുമ്പോൾ ഈടൊന്നുമില്ലാതെ പരസ്പരം പണം നൽകി സഹായിക്കുന്ന ഒരു രീതിയാണിത്. ഈ സമ്പ്രദായത്തിൽ പണം നൽകുന്നതിനെ പയറ്റുക എന്നാണ് പറയുക. കല്യാണം, വീട് നിർമ്മാണം പോലെയുള്ള സന്ദർഭങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നതിനാൽ ഇത് കുറിക്കല്യാണം എന്ന പേരിലും അറിയപ്പെടുന്നു. തുടക്കത്തിൽ മറ്റുള്ളവർക്ക് പണം നൽകി ആർക്കും പണപ്പയറ്റിന്റെ ഭാഗമാകാം. മുൻകൂട്ടി നിശ്ചയിക്കുന്ന ഒരു ദിവസം വീട്ടിലോ ചായക്കടയിലോ വച്ചായിരിക്കും പണപ്പയറ്റ് നടത്തുക. ഒരാളുടെ പണപ്പയറ്റിന് എത്തുന്നയാൾ ആ വ്യക്തി അവർക്ക് നൽകിയതിനേക്കാൾ കൂടുതൽ തുക തിരികെ പയറ്റുന്നു. ഇങ്ങനെ ഒരു ശൃംഖലയായി തുടരുന്ന പ്രക്രിയയുടെ വിവരങ്ങൾ പയറ്റ് പുസ്തകത്തിൽ കൃത്യമായി കുറിച്ചു വയ്ക്കുന്നു. പയറ്റ് പണം എന്നാണ് പണപ്പയറ്റിൽ പരസ്പരം നൽകുന്ന തുകയെ വിളിക്കുന്നത്. ഒന്നാമൻ രണ്ടാമന് 500 രൂപ പണപ്പയറ്റ് വഴി നൽകിയാൽ പിന്നീട് ഒന്നാമൻ പണപ്പയറ്റ് നടത്തുമ്പോൾ രണ്ടാമൻ 500-ൽ കൂടുതലായ തുകയാണ് നൽകേണ്ടത്. വിവാഹം പോലെ തന്നെ ക്ഷണക്കത്തൊക്കെ തയ്യാറാക്കി വിപുലമായാണ് പണപ്പയറ്റ് നടത്തുക. ക്ഷണിക്കപ്പെടുന്ന പയറ്റുകാർക്ക് ചായയോ ഭക്ഷണമോ നൽകും. ഇതിനെ പയറ്റുകോള് എന്ന് പറയുന്നു. പയറ്റുകോള് കഴിച്ച ശേഷമാണ് പയറ്റ് നടക്കുക. കുറഞ്ഞത് 2 വർഷത്തെ ഇടവേളയെടുത്ത് ഒരാൾക്ക് യഥാശക്തി എത്ര പണപ്പയറ്റ് വേണമെങ്കിലും നടത്താം. 1990-2000 കാലഘട്ടത്തിന് ശേഷം പ്രസക്തി കുറഞ്ഞുപോയ പണപ്പയറ്റ് കോവിഡിന് ശേഷം പുതിയ രൂപത്തിലും ഭാവത്തിലും മലബാറിൽ വീണ്ടും സജീവമായി തുടങ്ങിയിരിക്കുന്നു. ഇന്ന് UPI ആപ്പുകൾ മുഖേനയും പണപ്പയറ്റ് നടത്താറുണ്ട്. ക്രെഡിറ്റ് സ്കോറോ വലിയ ഈടുകളോ ഒന്നുമില്ലാതെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അതിവേഗം ധനസമാഹരണം നടത്താം എന്നതാണ് പണപ്പയറ്റിന്റെ ഏറ്റവും വലിയ മേന്മ. പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഈ കൊടുക്കൽ വാങ്ങൽ സമ്പ്രദായം നാട്ടിൻപുറത്തിന്റെ നന്മയുടെ പ്രതീകം കൂടിയാണ്.